നമസ്കാരം. ക്ഷേത്രങ്ങളിലെ ദർശനക്രമം എങ്ങനെയാണ്? പലർക്കും സംശയം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പലരും പലതരത്തിൽ അതങ്ങനെ വ്യാഖ്യാനിച്ച് കാണാറുണ്ട്. എങ്ങനെയാണ് ക്ഷേത്രത്തിൽ തൊഴേണ്ടത്? അതായത് ആദ്യം ആരെ തൊഴണം? ഉപദേവന്മാരെയാണോ തൊഴേണ്ടത്? പ്രധാന ദേവന്മാരെയാണോ തൊഴേണ്ടത്? ഇപ്പം ശിവക്ഷേത്രത്തിലൊക്കെ തൊഴാൻ വേണ്ടി ഒരു പ്രത്യേക സമ്പ്രദായം തന്നെയുണ്ട്. ആദ്യമേ അത് പലർക്കും അറിയില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ദർശനക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഒരു സങ്കല്പം, ആ പ്രാധാന്യം പ്രധാന ദേവന് തന്നെയാണ്. ആരാണോ പ്രധാന ദേവൻ, ആ ദേവനാണ് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ അറിയാം, അതിന് ചുറ്റുമായിട്ട് ഓരോരോ കാവൽക്കാരെ കാണാം. അഷ്ടദിക്പാലകർ, അല്ലെങ്കിൽ സപ്തമാതൃക്കൾ, ഇങ്ങനെ പലരെ നമുക്ക് കാണാം. പിന്നീട് ഉപദേവന്മാരെ കാണാം, അങ്ങനെയൊക്കെ കാണാം. ശരിക്കും നിങ്ങളൊരു മഹാരാജാവിനെ കാണാൻ പോവാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആദ്യം ആരെയായിരിക്കും കാണുക? സംശയമൊന്നും വേണ്ട, അവിടെയുള്ള അനുചരന്മാരെ കണ്ട ശേഷം മാത്രം, അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ നിങ്ങൾക്ക് രാജാവിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ നേരെ ഓടി അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ ഈ അനുചരന്മാർ അവിടെ തടസ്സമുണ്ടാക്കി മാറ്റി നിർത്തും. അത് തന്നെയാണ് ഇവിടെയും സങ്കല്പം. ആദ്യം പ്രദക്ഷിണമായി ഉപദേവന്മാരെ തൊഴുക. അതിനുശേഷമാണ് പ്രധാന ദേവനെ തൊഴേണ്ടത്. ഉപദേവന്മാരിൽ ഗണപതി ഉണ്ടെങ്കിൽ ഗണപതി ആദ്യം തന്നെ തൊഴുത നന്നായിരിക്കും. അതാ പ്രദക്ഷിണത്തിന്റെ ക്രമം അനുസരിച്ചായിരിക്കും. മിക്കവാറും പല ക്ഷേത്രങ്ങളിലും ഗണപതി ആ പ്രധാന ദേവനോട് ചേർന്ന് ഒക്കത്തെ ഗണപതി മട്ടിലായിരിക്കും ഇരിക്കുക. അപ്പം അതുകൊണ്ട് ആദ്യം ഉപദേവന്മാരെ തൊഴുതതിന് ശേഷമായിരിക്കണം നിങ്ങൾ പ്രധാന ദേവനെ തൊഴേണ്ടത്. അത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. പിന്നീട് വരുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ തൊഴുമ്പോൾ എങ്ങനെ തൊഴണം? നന്ദിയെ ഒന്ന് തൊഴുതിട്ടാണ്, അല്ലെങ്കിൽ നന്ദിയുടെ ഇടയിലൂടെ നന്ദിയെ ഒന്ന് സ്മരിച്ച ശേഷമാണ് ഭഗവാനെ തൊഴേണ്ടത്. ശിവക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം നിങ്ങൾക്ക് അറിയാം. നമ്മൾ നന്ദിയെ തൊഴുന്നു, അതിന് ശേഷം നമ്മൾ ഭഗവാനെ തൊഴുന്നു, അതിന് ശേഷം ആ ഒക്കത്തെ ഗണപതിയെ തൊഴുത് പ്രദക്ഷിണം വെച്ച് വരെ വന്ന് വീണ്ടും തിരിച്ച് വന്ന് ഗണപതിയും ഭഗവാനെയും തൊഴുത്. ഞാൻ കിഴക്കോട്ട് ദർശനമുള്ള ഗണപതി ശിവൻ്റെയാണ് പറയണത്. എല്ലാ ശിവനും അങ്ങനെ തന്നെ ആയിരിക്കും. വീണ്ടും നമ്മൾ മണ്ഡപം വഴി പ്രദക്ഷിണം ചെയ്ത് ഓവിൻ്റെ അവിടെ വന്ന് തൊഴുത് മുകളിലേക്ക് നോക്കി ഗംഗയെ സ്മരിച്ച് തിരിച്ച് ഭഗവാനെ തൊഴുത് ഒരു പ്രദക്ഷിണം നമ്മൾ പൂർത്തിയാക്കണം. അത് സാധാരണ അങ്ങനെയാണ് പതിവുള്ളത്. ശിവക്ഷേത്രത്തിൽ മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. കാര്യം ഓവ് മുറിയാൻ പാടില്ല. ശിവക്ഷേത്രത്തിൽ കേരള സമ്പ്രദായം അനുസരിച്ച് ഓവ് മുറിയാൻ പാടില്ല എന്നത് നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബലിക്കലിലൂടെ നമ്മൾ ബലിക്കൽ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴും ഈ ബലിക്കലിൻ്റെ അവിടെയും ആ ഓവ് മുറിയുന്ന ഒരു സമ്പ്രദായം നിങ്ങൾ സ്വീകരിച്ചാൽ നന്നായിരിക്കും. അതായത് ബലിക്കലിൻ്റെ ഓവ് മുറിയാതെ, ഓവിടെ കാണില്ല എന്നാലും ആ സ്ഥാനം അവിടെ മുറിയാതെ ഇപ്പുറത്തെ ഭാഗത്തുകൂടി അകത്തേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്നാണ്, ഈ നോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചുണ്ടത്ത് കടിച്ചു പിടിച്ചിട്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ടത് ഒന്നുമില്ലെങ്കിൽ ആ സോപാനത്തിൽ വയ്ക്കും, അല്ലെങ്കിൽ ഭണ്ഡാരത്തിലേക്ക് ഇടും. അത് പാടില്ല. കാരണം ഈ ചുണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുറച്ചൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ വായിൽ വിരൽ വയ്ക്കുക, അല്ലെങ്കിൽ വായിൻ്റെ അകത്ത് എന്തെങ്കിലും നാക്കോ പല്ലോ ഒക്കെ തൊടുക, എന്നിട്ട് കൈ കഴുകാതെ ഈ പൂജാദ്രവ്യങ്ങൾ തൊടുക, അല്ലെങ്കിൽ അകത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തൊടുക, ഇതൊന്നും പാടില്ല. കയ്യ് വായോ ചുണ്ടോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അപ്പം തന്നെ കൈ കഴുകണം. ഈ നോട്ടൊന്നും ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പാടില്ല. അത് കയ്യിൽ തന്നെ പിടിക്കണം. അതുപോലെ നമ്മൾ വല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു തുമ്മലും ഒന്നും ഇങ്ങനെ പൊത്തിപ്പിടിച്ചു, അപ്പോൾ കയ്യിൽ മുഴുവൻ ആ ഉമിനീരൊക്കെ ആയ കൈ കഴുകണം. ക്ഷേത്രത്തിൽ ഈ ശുദ്ധം നിങ്ങൾ പാലിക്കണം. കാരണം
ഒരു പ്രത്യേക നിയമത്തിൻ്റെ ഒരു ശുദ്ധ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ആചരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണം. മറ്റൊരു പ്രവണത ഇപ്പോൾ ഈയിടെയായിട്ട് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ചെവിയിൽ ചെന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ പറയും. ഇത് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു അത്ഭുതം തോന്നാറുണ്ട്. ഇത് പുതിയ കാലത്ത് തുടങ്ങിയേക്കുന്ന ഒരു കാര്യം. പഴയ കാലത്തൊന്നും ഇതില്ല, സമ്മതിക്കുകയില്ല ആരും. നിങ്ങൾ ഭഗവാനോട് നേരിട്ട് പറഞ്ഞാൽ ഭഗവാൻ കേൾക്കില്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ അടുത്ത് പറയണത്? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ വാഹനം അങ്ങനെ തന്നെ ഭഗവാന്റെ അടുത്ത് എന്ന് പറയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും സാധ്യമല്ല. നന്ദികേശ്വരനൊന്നും ഭഗവാന്റെ മുമ്പിൽ ഒരു അക്ഷരം മിണ്ടില്ല. കാര്യം ശിവപാർവതി പറഞ്ഞാൽ കേൾക്കാത്ത ആളാ ഭഗവാൻ, ശിവപരമേശ്വരൻ. അവിടെ റെക്കമെൻഡേഷൻ ഒന്നും നടക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് പറയല്ല വേണ്ടത്. പ്രാർത്ഥനയും പറയലുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കണം, കണ്ണീരോടെ പ്രാർത്ഥിക്കണം, കരയണം, കണ്ണ് നിറയണം, ഹൃദയം അലിയണം. അപ്പോഴാണ് പ്രാർത്ഥന ഫലിക്കുക. അവിടെ സൂത്രവിദ്യകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെയുള്ള ആചാരങ്ങളിലേക്ക് പോയാൽ ഉള്ള കുഴപ്പം, നിങ്ങൾ ഉള്ള ആ ആത്മീയത കുറയും. നിങ്ങളിൽ ഉള്ള ആ ആത്മതത്വം അത് സ്വീകരിക്കില്ല. അതിന് പ്രതിപ്രവർത്തനമാവും ഉണ്ടാവുക. പലപ്പോഴും അത് നല്ലതെന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ദോഷമായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സൂത്രവിദ്യകളൊന്നും ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതിനൊന്നും ഒരു തന്ത്രശാസ്ത്രത്തിൻ്റെയോ മന്ത്രശാസ്ത്രത്തിൻ്റെയോ ഒന്നും ഒരു അടിസ്ഥാനം ഇല്ല. തന്ത്രശാസ്ത്രമോ മന്ത്രശാസ്ത്രമോ ഒന്നും തന്നെ ഇതിനെയൊന്നും അംഗീകരിക്കുന്നുമില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണല്ലോ ക്ഷേത്രം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഹൃദയപൂർവ്വം നിങ്ങൾ പ്രാർത്ഥിക്കുക. മറ്റത് പ്രദക്ഷിണമാണ്. നിങ്ങൾക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാൻ കഴിയുന്നോ അത്രയും പ്രദക്ഷിണം ചെയ്യുക. കണക്കൊന്നും വെക്കണ്ട. മിനിമം 3 ചെയ്യൂ. അത് വളരെ നന്നായിരിക്കും. ഒറ്റസംഖ്യ ആയാൽ കുറച്ചും കൂടി നന്ന്. 3, 5, 7, 9, 12 അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് ചെയ്യാം. നമുക്കറിയാവുന്ന നാമം, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് വലിയ തിരക്ക് പിടിക്കാതെ പതുക്കെ പതുക്കെ നടന്ന് നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം നമ്മുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാണ്ടാക്കും. നമ്മുടെ ജന്മജന്മാന്തരമുള്ള പാപങ്ങളെ അതില്ലാതാക്കും. ആ പ്രദക്ഷിണം ചെയ്യുന്നത് നമ്മൾ ഓരോ പാദവും വയ്ക്കുമ്പോൾ ഒരു എങ്കിലും മന്ത്രം ജപിക്കുക. അപ്പം അത്രയും നല്ലതാണ്. നിങ്ങളുടെ മന്ത്രജപവും നടക്കും. ആ ദേവനോട്, അതായത് നമ്മൾ പറയും, ഒരു ബിന്ദുവിൽ ഒരു പമ്പരം ഇങ്ങനെ കറങ്ങി ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നത് പോലെയാണ് നിങ്ങൾ പ്രദക്ഷിണം ചെയ്ത് കറങ്ങി ആ പ്രധാന ദേവതാ സ്വരൂപത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നിങ്ങളങ്ങ് അലിഞ്ഞു ചേരുകയാണ്, അവിടെ എത്തുകയാണ്. അതുകൊണ്ട് പ്രദക്ഷിണത്തിന് പ്രാധാന്യമുണ്ട്. നാമജപത്തോടു കൂടിയ സാവധാനത്തോടു കൂടിയ പ്രദക്ഷിണം നിങ്ങൾ കഴിയുന്നത്ര ചെയ്യണം. കാരണം നാമജപത്തോടു കൂടി ഈ പ്രദക്ഷിണം എത്രയോ മഹാത്മാക്കൾ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആ ഇപ്പോൾ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആലോചിക്കണം, എത്ര പേരാ ഇതിലൂടെ നാമം ജപിച്ച് പ്രദക്ഷിണം ചെയ്തിട്ടുള്ളത്. ഭഗവാൻ ശ്രീശങ്കരാചാര്യർ, വില്ലുമംഗല സ്വാമിയാർ, മേൽപ്പത്തൂര്, പൂന്താനം, എത്ര കുറൂരമ്മ, എത്ര പേര്, എത്രയോ മഹാത്മാക്കൾ ഈ ഭഗവത് നാമം ജപിച്ച് നടന്ന് നീങ്ങിയ വഴികളിലൂടെയാണ് നിങ്ങൾ നടക്കുന്നത്. ആ പ്രദക്ഷിണ വഴിയിൽ അവരെല്ലാം നടന്ന് നീങ്ങിയ ആ കരിങ്കല്ലിലൂടെ നിങ്ങളുടെ പാദം ഇങ്ങനെ ഓരോന്നോരോന്നായി വെച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങളൊക്കെ തീർന്നു. എത്ര പുണ്യമാണ് നമ്മളിലേക്ക് വരുന്നത്. പഴയ ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദർശനം ചെയ്യുമ്പോൾ
എത്രയോ മഹാത്മാക്കൾ അവിടെ തപസ് ചെയ്തിട്ടുണ്ട്, എത്രയോ മഹാത്മാക്കൾ അവിടെ പൂജിച്ചിട്ടുണ്ട്, എത്രയോ മഹാത്മാക്കൾ അവിടെ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു നിമിഷം നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയാൽ അതെല്ലാം ആ ദേവനിലേക്ക് നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കാൻ വളരെ സഹായമാവും. ആ പറഞ്ഞിട്ടില്ലേ, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭക്തന്മാരുടെ പാദത്തിലെ ആ ധൂളി, ആ പൊടി, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ധൂളി നമ്മളിലും നമ്മുടെ പാദങ്ങളിലും പറ്റുന്നു. അതുകൊണ്ടാണ് ആ ധൂളി ശരീരത്തിൽ പുരളാൻ വേണ്ടിയാണ് ചിലപ്പോൾ പലരും ശയനപ്രദക്ഷിണം പോലും ചെയ്യുക. അത്ര മഹാത്മ്യമുണ്ട് പ്രദക്ഷിണ വഴിയിലെ പാദധൂളിക്കും ആ പ്രദക്ഷിണം ചെയ്യുന്ന ഭക്തന്മാർക്കും. ഭക്തിയുടെ ഉത്തുംഗമായ അവസ്ഥയിലേക്ക് ആ പ്രദക്ഷിണം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും. അങ്ങനെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.